അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് 4ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയിലെ അഖീദയുടെ ഒരു മോഡൽ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ പേപ്പറിലേക്ക് പോകാം. ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്ന് താഴെ വിട്ടുപോയ ഭാഗവുമായി യോജിച്ചത് വാക്കുകൾ ഏതാണെന്ന് കണ്ടെത്തുകയും താഴേക്ക് എഴുതിയെടുക്കുകയും ചെയ്യേണ്ടതാണ് ഈ പ്രവർത്തനം. ഒന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഡാഷ് പൂർണ്ണതയുടെ എല്ലാ ഡാഷ് അവനുണ്ട്. നിർബന്ധമായും ഡാഷ് ഗുണങ്ങൾക്ക് ഡാഷ് എന്ന് പറയുന്നു. ഇത് നമുക്ക് യോജിച്ച് ചേർത്ത് കൊടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണനാണ്. പൂർണ്ണതയുടെ എല്ലാ ഗുണങ്ങളും, ബ്രാക്കറ്റിൽ കാണാം, ഗുണങ്ങളും അവനുണ്ട്. നിർബന്ധമായും അവനുണ്ടാകേണ്ടുന്ന, ബ്രാക്കറ്റിൽ കാണാം, അവനുണ്ടാകേണ്ടുന്ന ഗുണങ്ങൾക്ക് വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നു. അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. ഒന്നാമത്തത് തൗഹീദിൻ്റെ കലിമത്ത് യാണ് ഡാഷ്. തൗഹീദിൻ്റെ കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തത് മുസ്ലിങ്ങൾ ഏകദൈവ ഡാഷ്. പൂർത്തിയാക്കാം. മുസ്ലിങ്ങൾ ഏകദൈവ വിശ്വാസികളാകുന്നു. മൂന്നാമത്തത് തൗഹീദിൻ്റെ നേർവിപരീതമാണ് ഡാഷ്. പൂർത്തിയാക്കി കൊടുക്കാം. തൗഹീദിൻ്റെ നേർവിപരീതമാണ് ശിർക്ക്. നാലാമത്തത് ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ ഡാഷ്. എഴുതി കൊടുക്കാം. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, ബ്രാക്കറ്റിൽ ധാരാളം വാക്കുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വാജിബും അതുപോലെ മുസ്തഹീൽ, അല്ലാഹുവിന് ഉണ്ടാകേണ്ടുന്ന സിഫത്തുകളും അതുപോലെ തന്നെ ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകളും വേർതിരിക്കുക. വാജിബായ സിഫത്തുകൾ ഏതൊക്കെയാണ്? ഒന്ന് വഹദാനിയത്ത്, ഏകനായിരിക്കൽ. രണ്ടാമത്തത് ഖിയാമു ബിൻ നഫ്സി. 3 ഇറാദത്ത്. 4 ഖുദ്റത്ത്. മുസ്തഹീൽ കറാഹത്ത്, ബക്കം, അമ, അദം. ഇതൊക്കെ മുസ്തഹീലായ സിഫത്തുകളാണ്. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. ഒന്നാമത്തത് ഇഹ്സാൻ. എന്താണ് ഇഹ്സാൻ? ഉത്തരം അല്ലാഹുവിനെ നേരിൽ കാണുന്നത് പോലെ അവനെ നീ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട്. രണ്ടാമത്തത് ഇബാദത്ത്. എന്താണ് ഇബാദത്ത്? ഉത്തരം അല്ലാഹുവിനാണ് പരമാധികാരം. പരമമായ സഹായം നൽകുന്നതും അവൻ തന്നെ. അതുകൊണ്ട് പരമമായ താഴ്മ കാണിക്കപ്പെടാൻ അർഹൻ അവൻ മാത്രമാണ്. ഈ പരമമായ താഴ്മക്കാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, അല്ലാഹുവിന് ജായിസായ സിഫത്ത് ഏത്? ഉത്തരം അല്ലാഹുവിന് ജായിസായ സിഫത്ത് ഒന്നാണ്. അത് ഫിഅ്ലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. രണ്ടാമത്തെ ചോദ്യം, ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ ഒന്ന്. ഉത്തരം
കാലിൽ ചെരുപ്പില്ലാത്ത, ഉടുക്കാൻ വസ്ത്രമില്ലാത്ത പരമദരിദ്രരും ഇടയന്മാരുമായ ആളുകൾ വലിയ വലിയ എടുപ്പുകൾ ഉണ്ടാക്കി മത്സരിക്കുന്നതും നീ കാണുക. അടുത്ത പ്രവർത്തനം 2 എണ്ണം വീതം എഴുതാം. ഓരോ ചോദ്യങ്ങൾക്കും 2 ഉദാഹരണങ്ങൾ എഴുതി കൊടുക്കണം. ഒന്നാമത്തെ ചോദ്യം, ഈമാൻ കാര്യങ്ങൾ. ഈമാൻ കാര്യങ്ങളിൽ നിന്നും 2 എണ്ണം എഴുതുക. 1 അള്ളാഹുവിൽ വിശ്വസിക്കുക, 2 അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക. രണ്ടാമത്തെ ചോദ്യം, ഇസ്ലാം കാര്യങ്ങൾ. ഇസ്ലാം കാര്യങ്ങളിൽ നിന്നും 2 എണ്ണം എഴുതുക. 1 അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നും നീ സാക്ഷ്യം വഹിക്കുക. 2 നിസ്കാരം കൃത്യമായി നിലനിർത്തുക. അടുത്ത പ്രവർത്തനം, അർത്ഥം എഴുതാം. താഴെ കാണുന്ന 4 സിഫത്തുകൾക്ക് അർത്ഥം എഴുതി കൊടുക്കാം. ഒന്നാമത്തത്, കൗനുഹു അബ്കമ, സംസാരമില്ലാത്തവനാവൽ. കൗനുഹു അബ്കമ, സംസാരമില്ലാത്തവനാവൽ. കൗനുഹു കാരിഹൻ, വേണ്ടുക ഇല്ലാത്തവനാവൽ. കൗനുഹു മുരീദൻ, വേണ്ടുക ഉള്ളവനാവൽ. കൗനുഹു അസമ്മ, കേൾവി ഇല്ലാത്തവനാവൽ. കൗനുഹു അസമ്മ, കേൾവി ഇല്ലാത്തവനാവൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാദവാർഷിക പരീക്ഷയിലെ ചോദ്യങ്ങൾ. എല്ലാവരും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.